മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന ബില്ല് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ലോക്സഭയിൽ പാസാക്കിയത് ന്യായീകരണമില്ലാത്ത ജനവിരുദ്ധതയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത്. സംഘപരിവാർ നിയന്ത്രിക്കുന്ന സർക്കാർ ഇതിലൂടെ രാജ്യത്തെ കർഷക തൊഴിലാളി ജനസമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്നും പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നത് ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുത്തുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് യൂണിയൻ ഗവൺമെന്റ് ഒളിച്ചോടി സംസ്ഥാനങ്ങൾക്ക് മേൽ വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതുമാണ് ഈ ബില്ല്. തിരക്കേറിയ കാർഷിക സീസണിൽ 60 ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാമെന്ന വിപത്കരമായ വ്യവസ്ഥ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബില്ല് JPC-യുടെയോ സെലക്ടഡ് കമ്മിറ്റിയുടെയോ പരിഗണനയ്ക്ക് വിടണമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം പോലും അംഗീകരിച്ചില്ല. NDA ഘടക കക്ഷികൾ തന്നെ ആശങ്കയുയർത്തിയിട്ടും വീണ്ടും വിചാരത്തിന് തയ്യാറായതുമില്ല. അധികാരത്തിലെത്തിയ കാലം മുതൽ തൊഴിലുറപ്പ് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികളുമായി പദ്ധതിയെ നിർവീര്യമാക്കാൻ ശ്രമിച്ച NDA സർക്കാർ ഇപ്പോൾ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് കേരള മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിൽ നൽകുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് യൂണിയൻ സർക്കാർ സ്വീകരിക്കുന്നത്. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി യാഥാർത്ഥ്യമായത്. അന്ന് കോൺഗ്രസ് മനസ്സില്ലാ മനസ്സോടെയായിരുന്നു പദ്ധതി കൊണ്ടുവരാൻ തയ്യാറായത്. ആ താൽപര്യക്കുറവ് അവർ ഉപേക്ഷിക്കണം. യൂണിയൻ സർക്കാരിന്റെ തെറ്റായ നീക്കത്തിനെതിരെ ശക്തമായ ജനാഭിപ്രായം രൂപപ്പെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.